ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും പാക് വെടിവെപ്പ്. ജമ്മു കശ്മീരിലെ സാംബ മേഖലയിൽ ഒരു ഗ്രാമീണൻ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി മനു ചേരുന്നു. മനു, പറയൂ. സ്വരാജ്, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയായിരുന്നു പാകിസ്ഥാൻ സാംബ അതിർത്തിയിലെ 2 BSF പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. ഇത് നുഴഞ്ഞുകയറ്റ ശ്രമത്തിനുള്ള മറയായിരുന്നുവെന്ന് ഇപ്പോഴും സൈനിക ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. അതിനാൽ ഇപ്പോഴും തെരച്ചിൽ അവിടെ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും വൈകിട്ട് 3 മണിയോടടുത്ത് ഇത്തരത്തിൽ പാകിസ്ഥാൻ സാംബ അതിർത്തിയിലെ ഇന്ത്യൻ BSF പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഈ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് ഇന്ത്യൻ സൈനികരും തിരിച്ചടിക്കുകയുണ്ടായി. തുടർന്ന് 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ വെടിയുതിർക്കലിന് ശേഷം കുറച്ചു നേരത്തേക്ക് രംഗം ശാന്തമായെങ്കിലും തുടർന്ന് ഗ്രാമീണ മേഖല, സാംബയിലെ തന്നെ ഗ്രാമീണ മേഖല കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ വെടിയുതിർക്കുകയായിരുന്നു. ഈ വെടിയുതിർക്കലിലാണ് 3ഓളം ഗ്രാമീണർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ പരിക്കേറ്റ് ജമ്മുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു ഗ്രാമീണറാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി 2 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിർത്തി രക്ഷാ സേനാ തലവന്മാരുടെ യോഗത്തിന് ശേഷം ഇരു അതിർത്തികളിലും എന്തെങ്കിലും വെടിവയ്പോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പൊടുന്നനെ അറിയിക്കുന്ന സംവിധാനങ്ങളടക്കം നടപ്പാക്കിയിരുന്നു. എന്നാൽ ഈ വെടിയുതിർക്കൽ ഉണ്ടായതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പാക് റേഞ്ചേഴ്സ് തലവന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ യാതൊരു നീക്കങ്ങളോ ഇതിന് ബന്ധപ്പെടുന്നതിനാവശ്യമായ യാതൊരു നിലപാടുകളോ വ്യക്തമാക്കിയിട്ടില്ലെന്നും സൈനിക വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സൈനികരെ കൂടി അതിർത്തിയിൽ നിയോഗിക്കുമെന്നും നിരീക്ഷണം ശക്തമാക്കുമെന്നും സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വെള്ളാപ്പള്ളിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഹിന്ദു ഐക്യം വേണമെന്ന് പറയുന്നത് ചിലരുടെ വ്യക്തി താൽപര്യം സംരക്ഷിക്കാനെന്ന് സുകുമാരൻ നായർ ആരോപിച്ചു. അതേസമയം സുകുമാരൻ നായർക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളിയും രംഗത്തെത്തി. മന്നം ശങ്കർ ഐക്യം കള്ളത്തരം ഒളിപ്പിക്കാനായിരുന്നുവോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. ഹിന്ദു ഐക്യത്തിനു വേണ്ടി ചിലർ വാദിക്കുന്നത് തങ്ങളുടെ കള്ളത്തരം ഒളിപ്പിക്കാനാണെന്നും വിശാല ഹിന്ദു ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ NSSന്റെ അടിസ്ഥാന തത്വങ്ങൾ അനുവദിക്കില്ലെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗമാകാനോ തയ്യാറാകാതെ NSS സമദൂരം പാലിക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഹിന്ദുവെല്ലാം ഒന്നാകണം. NSSന് പറ്റത്തില്ല. കാരണം NSS ഒരു മതേതര സംഘടനയാണ്. ഹിന്ദു സംഘടന ഉണ്ടാക്കി അതിനകത്ത് പ്രവർത്തിക്കാൻ NSSന്റെ അടിസ്ഥാന തത്വം അനുവദിക്കുന്നില്ല. ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കണം. ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നു അവരുടെ പല കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കുവാൻ വേണ്ടി, ഒരു ശക്തി സമാഹരിക്കുവാൻ വേണ്ടി, ഈ ഹൈന്ദവനെ ഉപകരിക്കാൻ വേണ്ടിയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് പറയുന്നത്. സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനത്തിന് മറുപടിയായി വെള്ളാപ്പള്ളി രംഗത്തെത്തി. മന്നവും ആർശങ്കറും ഉണ്ടാക്കിയ ഐക്യം ഏത് കള്ളത്തരം ഒളിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. സുകുമാരൻ നായർ ഇതേ വിശാല ഹിന്ദു ഐക്യമുണ്ടാക്കാൻ കുറച്ചുനാൾ തന്റെ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് പിന്മാറിയതെന്തെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മന്നം ശങ്കറിന്റെ ഐക്യവും കള്ളത്തരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നോ? പറയട്ടെ, കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സമുദായങ്ങൾ കൂടെ ഉണ്ട്. അദ്ദേഹം അഭിപ്രായം കാലം കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരും. കൊല്ലം, കോട്ടയം ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. പിന്നാക്ക സമുദായങ്ങളുടെ സംവരണ വിരുദ്ധ നിലപാടുമായാണ് RSSും BJPയും മുന്നോട്ടു പോകുന്നതെന്ന് VS അച്യുതാനന്ദൻ. RSS BJP നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട വെള്ളാപ്പള്ളി അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരികയാണെന്നും VS പറഞ്ഞു. ആലപ്പുഴയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു VS. വീണ്ടും റിസർവേഷനെതിരായി ശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SNDP യോഗത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ ഫലമായിട്ട് നേടിയെടുക്കപ്പെട്ട ആ റിസർവേഷൻ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി RSSും BJPയും സംഘ പരിവാർ ശക്തികളും നീങ്ങുമ്പോൾ അതിനെ ശക്തമായി എതിർക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വസ്ത ശിഷ്യനെന്ന് അവകാശപ്പെടുന്ന നടേശൻ RSSന്റെ അഭിപ്രായത്തോടുകൂടി യോജിച്ചു നൽകി. ഹിന്ദു ഐക്യത്തിനായി ആരുടെയും കൂടെ നിൽക്കാൻ സന്നദ്ധമല്ലെന്ന NSSന്റെ നിലപാട് സ്വാഗതാർഹമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വയനാട്ടിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ദളിതരോടുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ. പോലീസും സർക്കാരും ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും
മന്ത്രിസഭയിൽ പ്രശ്നക്കാരുണ്ടെന്നും ദേശീയ പട്ടികജാതി കമ്മീഷൻ പറഞ്ഞു. മനോഹർലാൽ ഖട്ടാറുടെ പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധമാണെന്നും കമ്മീഷൻ ചെയർമാൻ PL പുനിയ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിവാദ പ്രസ്താവന നടത്തിയ VK സിംഗിനെതിരെ കേസെടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ബെല്ലാബാർഗ് പോലീസിന് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഹരിയാനയിൽ പിഞ്ചുകുട്ടികളെ ചുട്ടുകൊന്നതിലും 14 വയസ്സുകാരനായ ബാലൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിലുമടക്കം കേന്ദ്ര സംസ്ഥാന നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉയർത്തിയത്. ദളിതരോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ്. മന്ത്രിസഭയിൽ ദളിതരെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രശ്നക്കാരുണ്ടെന്നും ചെയർമാൻ PL പുനിയ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. There is a custodial death of a Dalit boy. Though report has been lodged against those police officers, but they have not been arrested. No action has been taken. So there is a lack of sensitivity among the people in the government. ദളിതർക്ക് സംരക്ഷണമൊരുക്കേണ്ട പോലീസ് അതിൽ വീഴ്ച വരുത്തുന്നു. ഹരിയാന സർക്കാർ അതിന് ഒത്താശ ചെയ്യുകയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. പിഞ്ചുകുട്ടികളെ പെട്രോൾ ഒഴിച്ച് ചുട്ടരിച്ചിട്ടും വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇത് തീർത്തും തെറ്റാണ്. Manohar Khattar is the Chief Minister of Haryana. He visited the place, but on the one hand he makes a statement that it's not a Dalit atrocity case but a general incident between the two parties, so which is wrong. കേന്ദ്ര സർക്കാർ ദളിതരുടെ പ്രശ്നങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. അതേസമയം വിവാദ പ്രസ്താവന നടത്തിയ VK സിംഗിനെതിരെ കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പട്ടികജാതി കമ്മീഷൻ ഗാസിയാബാദ് പോലീസിന് നോട്ടീസ് അയച്ചു. ഇതിനിടയിൽ 14കാരൻ കൊല്ലപ്പെട്ടത് ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് ഉത്തരവാദികളല്ലെന്നുമുള്ള വിവാദ പ്രസ്താവനയുമായി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രംഗത്തെത്തി. ദളിത് ആക്രമണങ്ങളോടുള്ള കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര പട്ടികജാതി വിഭാഗങ്ങൾ ഇവർക്കെതിരെ കേസ് ചുമത്തുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനീഷ് ശങ്കരൻ, ദില്ലി. ഹരിയാനയിലെ ദളിത് ബാലന്റെ മരണം ആത്മഹത്യയെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ഖട്ടാർ പറഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ സംഘപരിവാർ സംഘടനകളുടെ ഫാസിസത്തിനെതിരെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രമേയം പാസാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്തുകാർക്കെതിരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ അക്കാദമി പ്രതികരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി എഴുത്തുകാർ പുരസ്കാരം മടക്കി നൽകിയ സാഹചര്യത്തിലാണ് പ്രമേയം. പുരസ്കാരങ്ങൾ എഴുത്തുകാർ തിരികെ വാങ്ങണമെന്നും ദില്ലിയിൽ ചേർന്ന സാഹിത്യ അക്കാദമി അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. നിരവധി നാടകീയ മുഹൂർത്തങ്ങൾക്കും പ്രതിഷേധത്തിനുമാണ് ദില്ലി കേന്ദ്ര സാഹിത്യ അക്കാദമി ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട സാഹിത്യകാരന്മാരോട് അനുശോചനം രേഖപ്പെടുത്താനോ സംഭവത്തോട് പ്രതിഷേധിക്കാനോ തയ്യാറാകാത്ത അക്കാദമിക്കെതിരെ 35ഓളം എഴുത്തുകാർ പുരസ്കാരങ്ങൾ തിരികെ നൽകിയിരുന്നു. ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും അനുശോചന പ്രമേയം പാസാക്കണമെന്നും ആവശ്യപ്പെട്ടും 100 കണക്കിന് എഴുത്തുകാർ വായ് മൂടിക്കെട്ടി പ്ലക്കാർഡുകളുമായി അക്കാദമി ആസ്ഥാനത്തേക്ക് എത്തി. ഇതേസമയം തന്നെ എഴുത്തുകാർക്കെതിരെ പ്രതിഷേധവുമായി BJP അനുകൂല സംഘടനകളും സാഹിത്യ അക്കാദമി അങ്കണത്തിലെത്തി. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ ചേർന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അടിയന്തര യോഗം കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കി. ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഫാസിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കന്നഡ സാഹിത്യകാരൻ MM കൽബുർഗി അടക്കമുള്ളവർക്ക് അനുശോചന പ്രമേയവും പാസാക്കിയതായി പ്രസിഡന്റ് വിശ്വനാഥ് പ്രസാദ് ദ്വിവേദി അറിയിച്ചു. जीवन के विभिन्न क्षेत्रों में जी रहे नागरिकों के खिलाफ हो रही हिंसा की भी वह कड़े से कड़े शब्दों में निंदा करती है. എഴുത്തുകാർ പുരസ്കാരങ്ങൾ തിരികെ വാങ്ങണമെന്നും പ്രമേയത്തിലൂടെ അക്കാദമി ആവശ്യപ്പെട്ടു. അത് എഴുത്തുകാർക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് അത് ചെയ്തത് ശരിയല്ല, തിരിച്ച് എടുക്കണം. അതുപോലെ സാഹിത്യ അക്കാദമിയിൽ നിന്നും രാജി കത്ത് കൊടുത്തവർ തിരിച്ചെടുക്കണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നതിനെ എതിർത്തിരുന്ന കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നൽകുന്നതാണ് സാഹിത്യ അക്കാദമി പാസാക്കിയ പ്രമേയം. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി എഴുത്തുകാരുടെ എതിർപ്പ് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു അക്കാദമി. എന്നാൽ കൂടുതൽ എഴുത്തുകാർ പ്രതിഷേധത്തിൽ അണിനിരുന്നതോടെ പ്രതിരോധത്തിലായ അക്കാദമി അവസാനം പ്രമേയം പാസാക്കാൻ നിർബന്ധിതമായി. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ എഴുത്തുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി സാക്ഷ്യം വഹിച്ചത്. ദില്ലിയിൽ നിന്നും ക്യാമറാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. SNDPയെ RSSന്റെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമമെന്ന് S രാമചന്ദ്രൻ പിള്ള. കേന്ദ്ര ഭരണവും അധികാരമോഹികളായ നേതാക്കളെയും കൂട്ടുപിടിച്ചാണ് RSSന്റെ ശ്രമം. കേന്ദ്ര സർക്കാർ അമിതാധികാര പ്രയോഗത്തിലൂടെ രാജ്യത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണെന്നും S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. പാലക്കാട് കണ്ണാടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.